ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. എ സിമ്പിൾ പെൻഡുലം ഓഫ് സ്ട്രിംഗ് ലെങ്ത് 30 cm performs 20 oscillation in 10 seconds. The length of the string required for the pendulum to perform 40 oscillation in the same time is dash. അപ്പോൾ ചോദ്യം ഇങ്ങനെയാണ്, അതായത് 30 cm ആണ് ആദ്യം ഉണ്ടായിരുന്ന ലെങ്ത്. ആ സമയത്ത് 20 ഓസിലേഷൻ 10 സെക്കൻഡ് കൊണ്ട്, അതേ 10 സെക്കൻഡ് കൊണ്ട് 40 ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ലെങ്ത്തിൽ എന്ത് മാറ്റം വരുത്തണം എന്നാണ് ചോദ്യം. അപ്പോൾ ഈ ചോദ്യം നമുക്ക് ഇങ്ങനെ ചെയ്തു നോക്കാം. ആദ്യം നിങ്ങൾക്ക് എന്താണ് ടൈം പീരീഡ് എന്ന് അറിയണം അല്ലേ? നമ്മുടെ ഓസിലേഷൻ്റെ ഒരു ചോദ്യമാണ്. അപ്പോൾ ഓസിലേഷനിൽ നമുക്ക് എന്താണ് ടൈം പീരീഡിന്റെ ഫോർമുല അറിയാം. ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു 2π√L/g. ഇനി എന്താണ് ടൈം പീരീഡ് എന്ന് പറയുന്നത്? ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയത്തിനെയാണ് നമ്മൾ ടൈം പീരീഡ് എന്ന് പറയാം. ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം. ആദ്യം നമുക്ക് ഈ ഡാറ്റ ഒന്ന് വായിക്കാം. ഇവരെന്താണ് ക്വസ്റ്റിൽ പറയുന്നത്? 20 ഓസിലേഷൻ ഇൻ 10 സെക്കൻഡ്, അതായത് 20 ഫസ്റ്റ് കേസ് അല്ലേ, 20 ഓസിലേഷൻ ഇൻ 10 സെക്കൻഡ്. അപ്പോൾ ഇതല്ല ടൈം പീരീഡ്. ടൈം പീരീഡ് എന്ന് പറയുമ്പോൾ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയത്തിനെയാണ് നമ്മൾ ടൈം പീരീഡ് എന്ന് പറയാം. ഓക്കെ, ഒരു 20 ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയമല്ല ടൈം പീരീഡ്. ഓരോ ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയമാണ് ടൈം പീരീഡ്. അപ്പോൾ ഇൻറ്റു 20 ഇവിടെ പോകുമ്പോൾ ഡിവൈഡഡ് ബൈ 20 വെറുതെ 1 × 20 എന്ന് എഴുതിയ കുഴപ്പമില്ലല്ലോ. 20 ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാം. 20 പോയാൽ ബാക്കി ഇവിടെ 1 അല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ ആൾറെഡി ഇവിടെ 10 ഉണ്ട്, 20 ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഇത്രയും ടൈം എടുക്കുന്നുണ്ട്. 0 ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ 1/2 സെക്കൻഡ് എടുത്തു. അതല്ലേ അതിൻ്റെ ടൈം പീരീഡ്. അപ്പോൾ ആദ്യത്തെ കേസിൽ ഇയാളുടെ ടൈം പീരീഡ് എത്രയാണ്? 1/2 സെക്കൻഡ് ആണ്. ശരിക്കും ക്വസ്റ്റിൽ അങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു, ടൈം പീരീഡ് 1/2 സെക്കൻഡ് എന്ന്. അത് അവർ ഇൻഡയറക്ട്ലി പറഞ്ഞു. അപ്പോൾ ആദ്യം പറഞ്ഞ കേസിൽ ടൈം പീരീഡ് എത്രയാണ്? 1/2 സെക്കൻഡ്. ആ ടൈമിൽ ആ പെൻഡുലത്തിൻ്റെ ലെങ്ത് എത്രയാണ്? 30 സെൻറ്റിമീറ്റർ. ഓക്കെ, ആ സമയത്ത് ഇയാളുടെ ലെങ്ത് 30 സെൻറ്റിമീറ്റർ. അപ്പോൾ ചോദ്യം എന്താണ്? 30 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു പെൻഡുലത്തിന്റെ ടൈം പീരീഡ് 1/2 സെക്കൻഡ്. ഇനി നമ്മുടെ റിക്വയർമെന്റ് എന്താണെന്നറിയോ? അവർ ക്വസ്റ്റിൽ പറയുന്ന കാര്യം, അങ്ങനെയാണെങ്കിൽ 40 ഓസിലേഷൻ ഇതേ സമയം എന്ന് പറയുമ്പോൾ ആദ്യം പറഞ്ഞ ടൈം 10 സെക്കൻഡ്. അപ്പോൾ നമുക്കിനി രണ്ടാമത്തെ കേസിലേക്ക് നോക്കാം. അപ്പോൾ രണ്ടാമത്തെ കേസിൽ അവർ പറയുന്ന കാര്യം എന്താണെന്നറിയോ? ഇനി വേണ്ടത് 40 ഓസിലേഷൻ ആണ് ഇൻ ദ സെയിം ടൈം എന്ന് പറയുമ്പോൾ എത്രയാ? 10 സെക്കൻഡ്. അപ്പോൾ ഇതല്ലല്ലോ ടൈം പീരീഡ്. ഒരു ഓസിലേഷൻ എടുക്കുന്ന സമയത്തിനല്ലേ ടൈം പീരീഡ്. ഇവിടെയും 40 ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകാം, ബാക്കി ഇവിടെ 1 ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു ഓസിലേഷന് വേണ്ടിയിട്ട് നമുക്ക് എത്ര ടൈം എടുക്കുന്നുണ്ട് നോക്കാം. ഇവിടെ 10 ഉണ്ട്, 40 നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു. 0 ക്യാൻസൽ ചെയ്ത് പോകാം. അപ്പോൾ ഒരു ഓസിലേഷൻ 1/4 സെക്കൻഡ് ടൈം എടുത്തു. അതാണ് ടൈം പീരീഡ്. അപ്പോൾ രണ്ടാമത്തെ കേസിലെ ടൈം പീരീഡ് എത്ര വേണമെന്നാണ് ക്വസ്റ്റിൽ പറയുന്നത്? 1/2 സെക്കൻഡ് ഉള്ളത് 1/4 ആവണം. അങ്ങനെയാണെങ്കിൽ അതിന് എത്ര റിക്വയർഡ് ലെങ്ത് വേണം? ഇനി വളരെ സിമ്പിൾ പ്രോസസ്സാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഫോർമുല ഓസിലേഷനിൽ നമ്മൾ പഠിക്കുന്നത് ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം ഈസ് ഈക്വൽ ടു 2π√L/g ആണ്. ഇതിൽ g കോൺസ്റ്റന്റ് ആണ്, 2ഉം πയും എല്ലാം കോൺസ്റ്റന്റ് ആണ്. നമ്മൾ ലെങ്ത് മാത്രമേ ഇവിടെ മാറ്റുന്നുള്ളൂ. Therefore we can say time period is directly proportional to √L. ഇനി നമുക്ക് ഇവിടുന്ന് റിലേഷൻ ഉണ്ടാക്കാം. എങ്ങനെ നമ്മൾ റിലേഷൻ ഉണ്ടാക്കാറ്? T1 ഡിവൈഡഡ് ബൈ T2 ഇസ് ഈക്വൽ ടു √L1 ഡിവൈഡഡ് ബൈ L2. T1 ആദ്യം ഉണ്ടായിരുന്ന ടൈം പീരീഡ് 1/2 ആണ്. 1/2. T2 രണ്ടാമത്തെ ടൈം പീരീഡ് 1/4 ആവണം. അപ്പോൾ നമ്മൾ 1/4 എന്ന് എഴുതി. സോ ദിസ് ഈസ് ഈക്വൽ ടു √L1 ബൈ L2. L1 ആദ്യം ഉണ്ടായിരുന്ന ലെങ്ത് 30 ആണ്. രണ്ടാമത്തെ ലെങ്ത് ആണ് വേണ്ടത്. സെന്റിമീറ്ററിനെ കൺവേർട്ട് ചെയ്യേണ്ട, ബിക്കോസ് ഓപ്ഷൻസ് ആർ ഓൾസോ ഇൻ സെന്റിമീറ്റർ. അപ്പോൾ നമുക്ക് ഇതുപോലെ എഴുതിയാൽ മതി. ഈ 4 മുകളിലേക്ക് വരും, 4/2 2 ആയിട്ട് മാറും. ദാറ്റ് ഈസ് ഈക്വൽ ടു √30 ഡിവൈഡഡ് ബൈ L2. രണ്ട് ഭാഗം നമുക്ക് സ്ക്വയർ ചെയ്യാം. സ്ക്വയർ ചെയ്തിട്ടുണ്ടെങ്കിൽ 4 ഇസ് ഈക്വൽ ടു 30 ഡിവൈഡഡ് ബൈ L2. വി വാണ്ട് ടു ഫൈൻഡ് L2 അല്ലേ? രണ്ടാമത്തെ കേസിലെ ലെങ്ത് ആണ് വേണ്ടത്. Therefore L2 is equal to 30 divided by 4. That is equal to 15 divided by 2. That is equal to 7.5 centimeter. ഓക്കെ, 7.5 centimeter എന്ന് പറയുകയാണെങ്കിൽ തേർഡ് ഓപ്ഷൻ. അപ്പോൾ നോക്ക്, നമ്മൾ ഈ 30 സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്ന ലെങ്ത് 7.5 സെൻറ്റിമീറ്റർ ആയിട്ട് റെഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടൈം പീരീഡ് 1/2 ഉള്ള ടൈം പീരീഡ് എന്തായിട്ട് മാറും? 1/4 സെക്കൻഡ് ആയിട്ട് മാറും.